ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ആപ്പുകളെ പൊളിച്ചടുക്കിയതിനു ശേഷം നമ്മുടെ യൂട്യൂബേഴ്സ് അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റമാണ് ഫ്രണ്ട് ആപ്പ്. ഫ്രണ്ട് ആപ്പ് എന്നുള്ള വേർഡ് ചിലപ്പോൾ നമ്മൾ കുറച്ചു പേർക്കെങ്കിലും ഫെമിലിയർ ആയിരിക്കും. ഒരുപക്ഷെ ഒരുപാട് പേരുടെ കണ്ണിലുണ്ണികളായ കുറച്ച് യൂട്യൂബേഴ്സ്, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചധികം നാളുകളായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ആപ്ലിക്കേഷൻ എന്നോ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം. ഒരു സാധാരണ ഡേറ്റിംഗ് ആപ്ലിക്കേഷന് എന്തിനാണ് ഇത്രയധികം പ്രൊമോഷൻ എന്ന് ആദ്യം മുതലേ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. അതും പ്രൊമോട്ട് ചെയ്യുന്നത് കേരളത്തിലെ വളരെ പ്രശസ്തരായ ഇൻഫ്ലുവൻസേഴ്സ് എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ലൈവ് വീഡിയോ ചാറ്റ്സും ഓൺലൈൻ ഗ്രൂപ്പ് ചാറ്റ്സും തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ടത്രേ. അതിനു പുറമെ ഇത് യൂസ് ചെയ്യുന്ന ലേഡീസിന് ഈ ആപ്ലിക്കേഷൻ ത്രൂ ഇൻകം ഉണ്ടാക്കാം എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഈ ഇൻകം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഒന്നുമില്ല. നിങ്ങളൊരു മെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പെയ്ഡ് സർവീസ് ആണ്. അതായത് നിങ്ങൾ ആദ്യം പേ ചെയ്ത് നിങ്ങൾ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ കോയിൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കോയിൻസ് മൊത്തം ആ സ്ത്രീയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പോവുക. അത് പിന്നീട് അവർക്ക് കൺവേർട്ട് ചെയ്ത് ഒരു ഇൻകം ആയിട്ട് ആക്കാം എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തുദ്ദേശത്തിന്റെ പുറത്താണ് ഉപയോഗിക്കുന്നതോ ആ ഉദ്ദേശത്തിനെ, ആ ആവശ്യത്തിനെ തന്നെയാണ് ഈ ആപ്ലിക്കേഷന്റെ ഡെവലപ്പേഴ്സും മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അതല്ല, നിങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന ഉദ്ദേശത്തിലാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അതേ ഇന്റൻഷൻ തന്നെ ആവണമെന്നില്ല നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കും ഉള്ളത്. ഇത് കേരള പോലീസിന്റെ ഒരു അവയർനെസ് വീഡിയോ ആണ്. നേരിട്ട് പരിചയമില്ലാത്ത ആരുമായെങ്കിലും ഓൺലൈൻ സംഘാത്തമുണ്ടോ? സൂക്ഷിക്കണം. ആദ്യമൊക്കെ വളരെ മാന്യമായി ഇടപെടുത്തി നമ്മോട് അടുത്ത സൗഹൃദം സ്ഥാപിക്കും. അടുത്ത സുഹൃത്തായി അംഗീകരിച്ച് കഴിഞ്ഞെന്ന് മനസ്സിലായ അവരുടെ അടുത്ത നീക്കം നമ്മുടെ വിലാസത്തിൽ സമ്മാനം അയച്ചു നൽകാമെന്നോ നേരിട്ട് കാണാനെത്താമെന്നോ ആയിരിക്കും. വിലകൂടിയ സമ്മാനങ്ങൾ നിങ്ങളുടെ വിലാസം എഴുതി പാക്ക് ചെയ്ത ഫോട്ടോയും വീഡിയോയും വരെ അവർ നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. തട്ടിപ്പാരംഭിക്കുന്നത് മൂപ്പൻസ് വ്ലോഗ്സ് എന്നൊരു ചാനലാണ് ആദ്യമായിട്ട് ഇഷ്യൂനെ കുറിച്ച് സംസാരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം ഒരുപാട് അപ്രീസിയേഷൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. മറ്റാരും സംസാരിക്കാതിരുന്ന ഒരു വിഷയത്തിനെ കുറിച്ച് ഒരുപക്ഷെ വലിയൊരു കോൺട്രവേഴ്സി ആകും എന്ന് ഉറപ്പുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ കാണിയ ധൈര്യത്തിന്. കുറച്ച് പൈസ കിട്ടിയാൽ എന്തും പ്രൊമോട്ട് ചെയ്യും എന്ന മെന്റാലിറ്റി ഉള്ള യൂട്യൂബേഴ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെയും കുറച്ചു പേരുള്ളതാണ് സത്യത്തിൽ ആശ്വാസം. കാരണം സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും യൂട്യൂബേഴ്സ് ഉണ്ടാവണം. ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്, അവരുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പൈസ കിട്ടുമ്പോൾ എന്തും പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതല്ല. നിങ്ങളെ നിങ്ങളാക്കിയ, നിങ്ങളെ ഇൻഫ്ലുവൻസർ എന്ന ലേബൽ തന്ന നിങ്ങളുടെ ഫോളോവേഴ്സിനോട് കുറച്ചെങ്കിലും നീതി പുലർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഐറ്റം പ്രൊമോട്ട് ചെയ്യുമ്പോൾ പ്രൊമോഷൻ ടീം പറഞ്ഞു തരുന്ന ഡയലോഗ്സ് കാണാപ്പാടം പഠിച്ച് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയല്ല വേണ്ടത്. ആ പ്രോഡക്റ്റ് എന്താണോ അതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഇൻഫ്ലുവൻസർ എന്ന ലേബലിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നിരിക്കും. പക്ഷേ അതൊക്കെ നഷ്ടപ്പെടാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ വീഡിയോ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഫോളോവേഴ്സ് നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ പറയുന്ന, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിനെ വിശ്വസിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ ദയവായി വഞ്ചിക്കാതിരിക്കുക. സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ഒരുപാട് അപകടങ്ങളെ വിളിച്ചു വരുത്തും. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഫേസ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്ത നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ